നമുക്കെന്നേ സിമ്പിളായിട്ട് ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കണ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ എന്ത് രസം നോക്കി. ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ കബാബ്. ഓക്കെ, സിമ്പിളാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ മല്ലിയില തണ്ട് വേണം കേട്ടോ. തണ്ടുള്ള നമ്മൾ നല്ല രസമുള്ളൂ. പിന്നെ നമ്മളതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ജീരകപ്പൊടി, പിന്നെ നമ്മുടെ മുളക് ചതച്ചത് കേട്ടോ. മുളക് ചതച്ചത്, പിന്നെ എള്ള് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എള്ളിങ്ങനെ അതിൽ കടിക്കുമ്പോഴാണ് നല്ലൊരു രസം അതിൽ. പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഇങ്ങനെ അരച്ച് വരുന്നില്ല, അതാണത്. അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഇത് നോക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് കണ്ടോ. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്ത് രസമാണോ നോക്കിയല്ലേ. നമ്മളെന്ത് ചെയ്യണമെന്നറിയോ, ഇതിലേക്ക് കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയും ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കാം കേട്ടോ. കണ്ടോ, ഒരു നുള്ള് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. കണ്ടോ, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ പിന്നെ നമ്മുടേത് സ്റ്റിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ട്രോ എടുത്തിട്ടുണ്ട്. സ്ട്രോ എടുത്തിട്ടേ അതിലിങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. കാരണം നീളത്തിലുണ്ടാവുക. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് ഒലീവ് ഓയിലാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒലീവ് ഓയിൽ ഉപയോഗിച്ചു. കണ്ടോ, ഇതേമാതിരി നമ്മൾ ഓരോന്നുണ്ടാക്കിയിട്ട് രണ്ട് സൈഡും വറുത്തെടുക്കുക. വറുത്തെടുത്ത നമ്മുടെ ചിക്കൻ കബാബായി. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. കണ്ടോ, നമ്മൾ ഈ മിക്സ് ഗ്രില്ലൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഈ ചിക്കൻ കബാബ് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. ആ സെയിം സാധനമാണിത്. നല്ല ഫ്ലേവറാണ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. സിമ്പിളാണ്, ഈസിയാണ്. ഇനി ഇതിൽ കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴേ നല്ലൊരു രസം. എന്ത് രസമാണ് കാണാൻ നോക്കി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.